ഈ മഹാസഭയിൽ ആശംസാ സന്ദേശം നൽകുന്ന വടക്കേൽ ജനാർദ്ദൻ നായർ, ശ്രീ വിജയൻ നായർ, ശ്രീമതി ശാലിനി എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി ദീപപ്രോജ്വലനം ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരി. പ്രാർത്ഥന സ്മിത എടക്കാട്. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാൻ എനിക്കുള്ളിൽ എന്നുമെന്നും അടിയാതെ തോന്നേണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാൻ എനിക്കുള്ളിൽ എന്നുമെന്നും അടിയാതെ തോന്നേണമേ. സത്യമാണ് ദൈവമെന്നും നീതിയാണ് ദൈവമെന്നും സ്നേഹമാണ് ദൈവമെന്നും തോന്നേണമേ. അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നുമുള്ളവരെ ഭേദമന്യേ കണ്ടിടുവാൻ തോന്നേണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാൻ എനിക്കുള്ളിൽ എന്നുമെന്നും അടിയാതെ തോന്നേണമേ. മഹാസഭയിൽ പങ്കെടുക്കുന്നവരെ സദസ്സിനെ പരിചയപ്പെടുത്തി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബ്രഹ്മശ്രീ വി എൻ എടക്കാട് അവരെ ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലും സഭാമണ്ഡപത്തിലും ഇരിക്കുന്ന ഭക്തജനങ്ങൾക്കും പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഗുരുജനങ്ങൾക്കും നമസ്കാരം. പുറവണ്ണൂർ എടക്കാട് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഇന്ന് സമാരംഭം കുറിച്ച ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികളും കൂടി നടത്തുവാൻ തീരുമാനിച്ചതുകൊണ്ട് ഇന്നു മുതൽ 7 ദിവസം ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് ശേഷം നമ്മുടെ ഈ കൊച്ചു കലാസ്റ്റേജിൽ വിവിധ കലാപരിപാടികൾ നടത്തുകയാണ്. അതിൻ്റെ ഉദ്ഘാടന സദസ്സ് ഇപ്പോൾ നടക്കുന്നു. ഇവിടെ വേദിയിലുള്ള മഹത് വ്യക്തികളെ
പരിചയപ്പെടാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് മലയാള ഗവേഷണ വിഭാഗ മേധാവിയും 22 വർഷത്തിലധികം അധ്യാപനം നിരവധി അക്കാദമിക് സമിതിയിൽ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ ഗോവ സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ, കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചു വരുന്നു. ദേശീയ അന്തർദേശീയ സെമിനാറുകൾ, നിരവധി പ്രബന്ധങ്ങൾ എന്നിവ അവതരിപ്പിച്ച ഉണ്ണികൃഷ്ണ സാറെ നമ്മുടെ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ ഈ വേദിയിലെ ഈ സാംസ്കാരിക പരിപാടിയെ നയിക്കുന്നത് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, നമുക്കേവർക്കും സുപരിചിതനും നമ്മുടെ ജ്യേഷ്ഠ സഹോദരനുമാണ്. നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന, കൂടാതെ ആലുവ തന്ത്രവിദ്യാപീഠം വർക്കിംഗ് പ്രസിഡന്റ്, മറ്റ് നിരവധി കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കുന്നു. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ വേദിയിലിരിക്കുന്നത് മാനേജിംഗ് ട്രസ്റ്റി ശ്രീധരേട്ടനാണ്. എടക്കാട്ടയിലും ഇപ്പോഴത്തെ കാരണവരും നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തരുന്ന ശ്രീധരേട്ടനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ചെയർമാൻ വിജയൻ നായർ, ആഘോഷ കമ്മിറ്റി കൺവീനർ ശ്രീ ജനാർദ്ദനേട്ടൻ, മാതൃസമിതി പ്രസിഡന്റ് ശാലിനി, മാതൃസമിതി സെക്രട്ടറി ഷീബ, ഇവരെയും നമ്മുടെ ഈ ഇന്നത്തെ ഉദ്ഘാടന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടന വേദിയെ മറ്റ് പരിപാടികളേക്ക് നിയന്ത്രിക്കുന്നതിന് അധ്യക്ഷസ്ഥാനം വഹിക്കാൻ കൃഷ്ണേട്ടനെ സുസ്വാഗതം ചെയ്യുന്നു. ഈ ക്ഷേത്രസന്നിധിയിൽ ഇന്ന് മുതൽ ആരംഭിക്കുന്ന കലാ സാംസ്കാരിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്ന സമാദരണീയനായ ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ സാർ, ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരി, വേദി അലങ്കരിക്കുന്ന ശ്രീ വടക്കേൽ ജനാർദ്ദനൻ നായർ, വിജയൻ നായർ, ശ്രീമതി ശാലിനി, ഷീബ, അതേപോലെ തന്നെ ശ്രീ വി എൻ എടക്കാട്, മറ്റിവിടെ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ഭക്തജന സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ക്ഷേത്രത്തിൽ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുള്ള ഭാഗവത സപ്താഹ യജ്ഞം, അതിനോടനുബന്ധിച്ചാണ് ഇന്ന് മുതൽ വേദിയിൽ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്നത്. നമുക്കറിയാം, ഭാഗവത സപ്താഹ യജ്ഞം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഒരു വലിയൊരു ജ്ഞാനയജ്ഞം തന്നെയാണ്. പല രീതിയിലുള്ള ഭഗവത് കഥകൾ, അതിൻ്റെ സത്താമാത്രമായ സന്ദേശങ്ങൾ ലളിതമായ രീതിയിൽ
പ്രമാണസഹിതം കഥാതന്തു വളരെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പകർന്നു നൽകുന്ന ഒരു വലിയൊരു യജ്ഞമാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം. ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ അടിസ്ഥാനം വേദങ്ങളും ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരവുമാണ്. വേദങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഗ്രന്ഥപരമ്പരകൾ, ഉപനിഷത്തുക്കൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്ത്, ആരണ്യകം, പുരാണ ഇതിഹാസങ്ങൾ, അതിനെ തുടർന്നുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ, വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഈ അടിസ്ഥാനത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ചെയ്യാനുള്ള വഴികളാണ് നമുക്ക് മൊത്തത്തിൽ പറഞ്ഞു തരുന്നത്. ഏത് രീതിയിൽ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ സമ്യക്കാകുമണ്ണം അക്ഷരവൽക്കരിക്കുക, ഭഗവാൻ എന്ന് കാണുക. ഭഗവാനെ വേറെ അടുത്ത് പോയി കാണേണ്ടതില്ല, നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകണമെന്നില്ല, നമ്മളിലേക്ക് ഭഗവാൻ ഇങ്ങോട്ട് വന്നാലും മതി. അത് രണ്ടും വേണ്ട, നമ്മളിലെ ഒരു ഈശ്വരാംശം ഉണ്ട് എന്നുള്ള ബോധം. അത്ര വലിയ ചിന്തയൊന്നും നമുക്ക് സാധാരണക്കാരന് സാധിച്ചു എന്ന് വരില്ല. ഒരു ശുദ്ധ സാത്വികമായ രീതിയിലുള്ള ജീവിതചര്യ. ദുഃഖം സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ദുഃഖം ജീവിതത്തിലേക്ക് കടന്നു വരും. അങ്ങനെ ദുഃഖം വരുന്ന സമയത്ത് അത് തരണം ചെയ്യാനുള്ള ഒരു മനോധൈര്യം, അതൊക്കെ ഈ ശുദ്ധ സാത്വിക ഭാവം കൊണ്ട് നമുക്ക് നേടും. അങ്ങനെ പല രീതിയിലുള്ള സ്വസ്ഥമായ ഒരു ജീവിതചര്യ ഏത് രീതിയിൽ നമുക്ക് സാധിക്കുമെന്നുള്ളതിൻ്റെ വഴികളാണ് വേദം മുതൽക്കുള്ള നിരവധി ഗ്രന്ഥ പരമ്പരകളിലൂടെ നമുക്ക് ഉപദേശ രൂപേണ ലഭിക്കുന്നത്. അങ്ങനെയൊക്കെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ആകത്തുക നോക്കുമ്പോൾ പ്രധാനമായിട്ട് 3 വഴികളാണ്. അതിൻ്റെ കൈവഴികൾ ധാരാളമുണ്ട്. പ്രധാനമായിട്ടൊരു 3 വഴികളാണ്. ഒന്ന്, ജ്ഞാനമാർഗം, ശരിയായ അറിവ് നേടുക. വേദാന്ത സന്ദേശങ്ങളെ കുറിച്ചുള്ള അറിവ് നമ്മൾ നേടുന്ന സമയത്ത് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവും. പക്ഷേ ഒരു പുരുഷായുസ്, ഒരു മനുഷ്യ ആയുസ് സമയത്ത് മുഴുവൻ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുമോ, പഠിക്കാൻ സാധിക്കുമോ എന്നുള്ളെങ്കിൽ, അതിൻ്റെ സത്താമാത്രമായ സന്ദേശം മാത്രമാണെങ്കിൽ തന്നെ അത് അസാധ്യമാണെന്ന് പറയാൻ വയ്യ, ക്ലേശകരമാണ്. അതാണ് ജ്ഞാനമാർഗം, ഒരു വഴി. മറ്റൊരു വഴി കർമ്മമാർഗമാണ്. കർമ്മമാർഗികൾക്ക് കർമ്മമാണ് പ്രധാനം, ബാക്കിയൊക്കെ അവർക്കൊരു വഴി മാത്രമാണ്. ഏത് ജോലി ചെയ്യുമ്പോഴും ഈശ്വര പൂജ, ഈശ്വര ആ ഭാവത്തിൽ ചെയ്യുക, മറ്റൊന്നും ലക്ഷ്യമില്ലാതെ. എല്ലാ ജോലിയും ചെയ്യുമ്പം അതൊരു ഈശ്വര പൂജയാണ് എന്നുള്ള ഭാവം നമുക്ക് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള തരത്തിലുള്ള ഒരു ജീവിതചര്യ, മാനസിക ഭാവം നമുക്ക് ആവശ്യമുണ്ട്. എല്ലാ ജോലിയും, അടിച്ചു വരുന്നതും അല്ലെങ്കിൽ എന്ത് ജോലിയും അത് ഈശ്വര പൂജ. ചില പ്രത്യേക ജോലികളൊക്കെ നമുക്ക് ദേവപൂജ എന്നുള്ള ഭാവത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ സാധാരണക്കാരൻ്റെ മാനുഷികമായ ചിന്തകൾ വെച്ച് നോക്കുമ്പോൾ അത് എത്രത്തോളം അസാധ്യമാണെന്ന് പറയാൻ വയ്യ, അതും ക്ലേശകരമാണ്. അതിന് ധാരാളം ട്രെയിനിങ് ആവശ്യം. ആ തലത്തിലുള്ള ഒരു മാനസിക ഭാവത്തിൽ എത്തേണ്ടതുണ്ട്. മറ്റൊരു മാർഗമാണ് ഭക്തി മാർഗം. ഭക്തി മാർഗത്തിൻ്റെ 9 വഴികളെക്കുറിച്ച്, അതാണ് പ്രധാനമായിട്ട് ഭാഗവതം പോലെയുള്ള പുരാണങ്ങളിൽ നമുക്ക് ഇന്ന് മുതൽ കേട്ടു തുടങ്ങാം. 9 വഴികൾ: ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം തുടങ്ങിയിട്ട് അവസാനം ആത്മസമർപ്പണം വരെയുള്ള 9 വഴികൾ. ഭക്തിയെക്കുറിച്ച് ശ്രീനാരദ മഹർഷി പറഞ്ഞത് സാചാസ്മിൻ പരമപ്രേമരൂപ, പരമപ്രീതി രൂപ. സർവേശ്വരനിൽ, ജഗദീശ്വരനിൽ നമുക്കുണ്ടാവുന്ന പരമമായ പ്രേമഭാവമാണ് ഭക്തി, സ്നേഹഭാവമാണ് ഭക്തി. നമുക്ക് പ്രേമിക്കാം, ആരെ വേണമെങ്കിലും സ്നേഹിക്കാം. ഈ മൈക്കിനെ സ്നേഹിക്കാം, ഡെസ്കിനെ സ്നേഹിക്കാം, ആരെ വേണമെങ്കിലും, എന്ത് വസ്തുവിനെ വേണമെങ്കിൽ നമുക്ക് മനസ്സിന് അതിനൊരു ചെറിയൊരു ലാളിത്യ, ആ ഒരു തലത്തിലുള്ള ഒരു ഭാവം ആവശ്യമാണ്. അതിനുള്ള 9 വഴികൾ അത് സമഞ്ജസമായിട്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമ്മേളിപ്പിച്ചുകൊണ്ടാണ് ക്ഷേത്ര പദ്ധതികൾ സംവിധാനം ചെയ്തിട്ടുള്ളത്. അതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ വേദത്തിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ തന്നെ നമ്മളോട് പറയുന്നു, പുരുഷ ഏവ ഇദം സർവം, ഈശാവാസ്യമിദം സർവം, മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. എല്ലായിടത്തും ഈശ്വര ചൈതന്യത്തെ ദർശിക്കാനാണ് പുരാണ ഇതിഹാസങ്ങൾ, വേദം മുതൽക്കുള്ള ഗ്രന്ഥങ്ങൾ നമ്മെ ഉപദേശിക്കുന്നത്. എല്ലാ വസ്തുക്കളിലും, ചരാചര വസ്തുക്കളിലൊക്കെ തന്നെ ഈശ്വരാംശത്തെ നമ്മൾ ദർശിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും
നമുക്കത് എത്രത്തോളം സാധിക്കുന്നറിയില്ല. ഭഗവാൻ കൃഷ്ണൻ നമ്മളോടൊരു വഴി പറഞ്ഞു, ഹൃദ്ദേശേ തിഷ്ഠതി സർവഭൂതാനാം ഹൃദ്ദേശേ. അർജുനനെ കരുവാക്കിക്കൊണ്ട് നമ്മളോട് പറഞ്ഞു, എല്ലാ ജീവജാലങ്ങളിലും കേന്ദ്രഭാഗത്ത് ഹൃദയഭാഗത്താണ് ഈശ്വര ചൈതന്യം കൂടുതലായിട്ട് പ്രകാശിക്കുന്നത്. ഉപാസനയുടെ ഭാഗം അത് തന്നെയാണ്. ഒരു ഉപാസനയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടദേവന്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്, ഹൃദയത്തെ സങ്കല്പിച്ചുകൊണ്ട്, ആ ദേവന്റെ നാമങ്ങളോ രൂപങ്ങളോ മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ ഒക്കെ ജപിച്ചുകൊണ്ട് ആ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കാൻ കഴിയും. അങ്ങനെ ആ ദേവന്റെ അനുഗ്രഹം സ്വീകരിക്കാൻ സാധിക്കും. അങ്ങനെ ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കും. അത് വൈയക്തികമായ ഉപാസനാ പദ്ധതിയാണ്. വൈയക്തികമായ ഐശ്വര്യത്തിനും ശ്രേയസ്സിനും വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് വ്യക്തിനിഷ്ഠമായ ഉപാസന. അവിടെയാണ് മറ്റൊരു വിഷയം. നമ്മളെ വീടുകളിലൊക്കെ തന്നെ പൂജാമുറി സങ്കല്പം ഉണ്ടായിരിക്കും. രാവിലെ ആയാലും വൈകുന്നേരമായാലും ആ വീട്ടിലെ ജോലി ചെയ്യുന്ന അമ്മമാര്, ഗൃഹനാഥൻ, കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ തന്നെ കുളിച്ച് അല്ലെങ്കിൽ സാധിക്കുന്ന രീതിയിലുള്ള ശരീരശുദ്ധി വരുത്തി ആ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് ആ കുടുംബ പരദേവതയെ ഉപാസിക്കും. കുടുംബത്തിലെ മൊത്തത്തിലുള്ള ഐശ്വര്യം ശ്രേയസ്സിന് വേണ്ടി അച്ഛനും അമ്മയും കുട്ടികളും ഒരുമിച്ചിരുന്ന നാമം ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പതിവ് സനാതന ധർമ്മവിശ്വാസികൾക്ക് ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ട്. ഒരുപക്ഷെ മറ്റു മതസ്ഥരെ ഈ പൂജാമുറി സങ്കല്പം പിന്തുടരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൾച്ചറിന്റെ സ്വാധീനം മൂലമാണെന്ന് കാണാൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രസക്തി. വ്യക്തിപരമായ ഉപാസനയ്ക്ക് ഈ ഇഷ്ടദേവതയെ നമുക്ക് ഉപാസിച്ച് ആ ദേവന്റെ മന്ത്രമോ നാമങ്ങളോ സ്തോത്രങ്ങളോ ജപിച്ചുകൊണ്ട് നമുക്ക് വ്യക്തിപരമായ ഈശ്വര സാക്ഷാത്കാരം, ഒരു ജീവിതചര്യ, സ്വസ്ഥമായ ജീവിതചര്യ നേടാൻ സാധിക്കും. കുടുംബത്തിലെ മൊത്തത്തിലുള്ള ഐശ്വര്യത്തിനും ശ്രേയസ്സിനും വേണ്ടി അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും ഒരുമിച്ച് പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. പക്ഷേ ഈ ഗ്രാമത്തിലുള്ള നിരവധി കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ വ്യത്യസ്ത ഉപാസനാ മാർഗത്തിൽ വ്യത്യസ്ത ദേവീ ദേവന്മാരെ ഇഷ്ടദേവതാ രൂപത്തിൽ സങ്കല്പിച്ചുകൊണ്ട്, മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഉപാസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള വ്യത്യസ്ത കുടുംബങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ഒരുമിച്ച് നേരത്തെ ദീപാരാധന പോലുള്ള സന്ദർഭങ്ങളിൽ രാവിലെ പ്രധാന പൂജയിലൊക്കെ വന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത്, പ്രതിഷ്ഠാ സമയത്ത് ആചാര്യൻ പ്രാർത്ഥിക്കുന്ന മന്ത്രത്തിന്റെ പ്രധാന ഭാഗത്ത് പറയുന്നു, ലോക അനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിരീഭവ. ഈ ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹത്തിന് വേണ്ടി ഭഗവാൻ ഇവിടെ കുടികൊള്ളണമെന്നാണ് ഭഗവാനോട് ആചാര്യൻ പറയുന്നത്. ആ പ്രാർത്ഥന സാർത്ഥകമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ആരാധന നടത്തുന്ന അതേ ആ ക്ഷേത്രത്തില് ഈ 9 നവധാ ഭക്തിയും സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള മറ്റ് കുടുംബത്തിലെ നിരവധി കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഒരുമിച്ച് ആരാധന നടത്താനും പ്രാർത്ഥിക്കാനും വേണ്ടിയാണ് ദേവേ സ്വഭക്തജനതാനുജഗ്രക്ഷയാർച്ചോപാധോ തഥാ. ഭക്തജനങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം സാധിപ്പിക്കാനാണ് ഭഗവാൻ ബിംബത്തിൽ കുടികൊള്ളുന്നതെന്ന് തന്ത്രശാസ്ത്രം ഉദ്ഘോഷിക്കുന്നു. അങ്ങനെയാണ് ക്ഷേത്രം സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ നമുക്ക് പ്രാർത്ഥന മാത്രം പോരാ, ആരാധന മാത്രം പോരാ. തന്ത്രശാസ്ത്രം തന്നെ പറയുന്നു, ഇതിഹാസ പുരാണ നൃത്തഗീതാദിവിരാഘോഷ്യ മഹോത്സവം സമന്ത. എന്തിനാണ് ക്ഷേത്രത്തിൽ കലാപരിപാടികളുടെ ആവശ്യം? സാംസ്കാരിക പരിപാടികൾക്ക് ക്ഷേത്രത്തിൽ സ്ഥാനമുണ്ടോ? എന്നാൽ തന്ത്രശാസ്ത്രം വളരെ വ്യക്തമായി ഉപദേശിക്കുന്നു, ഇതിഹാസ പുരാണ നൃത്ത ഗീത ആദി ശബ്ദം കൊണ്ട് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ആഘോഷിച്ച് ഉത്സവമായിട്ട് ആഘോഷിക്കണം ക്ഷേത്രാന്തരീക്ഷം. എന്തിനു വേണ്ടി? രജനീമപി ജാഗ്രദേവഗമയേ, രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കണം നമുക്ക്. പക്ഷേ ആ സാംസ്കാരിക പരിപാടികളൊക്കെ തന്നെ തൽപദ സംവിമരിശി ചേതാഹ. ഇതിഹാസം, പുരാണം, നൃത്തം, ഗീതം, വാദ്യം, നൃത്തം, ഈ പരിപാടികളൊക്കെ തന്നെ തൽപദ സംവിമരിശി ചേതാഹ. ഭഗവാന്റെ തൃപ്പാദകമലങ്ങളെ സമ്യക്കാകമണ്ണം തൊടുന്ന രീതിയിലാവണം, മനസ്സുകൊണ്ട് തൊടുന്ന രീതിയിലാവണം, ഭക്തി സംവർദ്ധകമാവണം, ശുദ്ധ സാത്വിക ദൈവചര്യ ഉപദേശിക്കുന്നതാകണം, അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാകണം. അത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ. ഒപ്പം ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾ അവരൊക്കെ പഠിച്ചിട്ടുള്ള ഡാൻസോ പാട്ടോ കാര്യങ്ങളൊക്കെ തന്നെ കൂട്ടത്തിൽ അവതരിപ്പിക്കുന്നു. അത് ഭഗവാന് സമർപ്പിക്കുന്നു. ആ ഭഗവാന്റെ പ്രസാദമായിട്ട് നമ്മളും സ്വീകരിക്കുന്നു. അവർക്ക് നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ലഭിക്കുന്നു. ആ വലിയൊരു സാംസ്കാരിക സന്ധ്യയ്ക്കാണ് ഇന്നു മുതൽ ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഇതിലെ അധ്യക്ഷപദം അലങ്കരിക്കുക എന്ന ഒരു വലിയൊരു പണക്കിഴി എനിക്ക് കിട്ടി. അത് നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. എങ്കിലും അതിൻ്റെ നിമിത്തം മാത്രമായ ഭാരവാഹികളോട് അഗൈതമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ ഇതുവരെ കേട്ട എല്ലാ ഭക്തജനങ്ങളുടെയും തൃപ്പാദകമണ്ഡലങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഈ അധ്യക്ഷ ഭാഷണം ഉപസംഹരിക്കുന്നു.
ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ കലാസാംസ്കാരിക പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രൗഢഗംഭീരവും സാരഗർഭവും ആലോചനാമൃതവുമായ അധ്യക്ഷ ഭാഷണം നിർവഹിച്ച തന്ത്രശാസ്ത്ര പണ്ഡിതനും ആധ്യാത്മിക പ്രഭാഷകനുമായ ശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഈ കൽവിളക്കിൽ ദീപം തെളിയിച്ച ക്ഷേത്രത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയായ ആദരണീയനായ ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരിപ്പാട്, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ വാസുദേവൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്ര ഭരണ ചുമതല ഭംഗിയായി നിർവഹിക്കുന്ന ശ്രീ വിജയൻ നായർ, ജനാർദ്ദനേട്ടൻ, മാതൃസമിതിയുടെ പ്രവർത്തനങ്ങളിൽ സ്തുത്യർഹമായി പ്രവർത്തിക്കുന്ന ശ്രീമതി ശാലിനി, ശ്രീമതി ഷീബ, ഭക്തിമയ സ്വരത്തിൽ പ്രാർത്ഥന ചൊല്ലിയ സ്മിതേച്ചി, ഈ സാംസ്കാരിക സദസ്സിൽ എത്തിച്ചേർന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. വാസ്തവത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ പരിണത ഫലമായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. കോട്ടയം ജില്ലയിൽ ഇറഞ്ഞാൽ എന്നൊരു ഗ്രാമത്തിൽ ജനിച്ച് എറണാകുളത്തും തിരുവനന്തപുരത്തും ചങ്ങനാശ്ശേരിയിലുമൊക്കെ പഠിച്ച എനിക്ക് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ അധ്യാപകനായി ജോലി ലഭിക്കുവാൻ കാരണം ഭഗവാന്റെ അനുഗ്രഹമാണ്. ആ ജോലി ലഭിച്ചതിൻ്റെ കാലക്രമത്തിലുള്ള സുഹൃത ഫലമാണ് ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. കാരണം എൻ്റെ പ്രിയങ്കരനായ ശിഷ്യനാണ്, അങ്ങനെ പറഞ്ഞാൽ മതിയോ, ശിഷ്യോത്തമനാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ശ്രീജിത്ത്. ശ്രീജിത്തിനെ സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ച ഒരാളെന്നുള്ള ഒരാത്മബന്ധമാണ് ശ്രീജിത്ത് ഇവിടെ എന്നെ ക്ഷണിക്കാൻ പ്രേരണയായത്. ആദ്യം തന്നെ അഭിമാനപൂർവ്വം പറയുകയാണ്, മലയാളത്തിൻ്റെ പ്രമുഖനായ പ്രഭാഷകൻ ഡോക്ടർ സുകുമാർ അഴീക്കോടിനോട് മറ്റൊരു പ്രശസ്തനായ സാഹിത്യ വിമർശകൻ, അധ്യാപകൻ പ്രൊഫസർ KP അപ്പൻ ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. രണ്ടുപേരും അതിപ്രഗത്ഭരായ അധ്യാപകരാണ്. രണ്ട് അധ്യാപക പ്രതിഭകൾ സംഗമിക്കുന്ന സന്ദർഭത്തിൽ ഒരാള് KP അപ്പൻ അഴീക്കോട് മാഷിനോട് ചോദിച്ചു, അധ്യാപനത്തിന് താങ്കൾ ജീവിതത്തിൽ നൽകുന്ന സ്ഥാനം എന്താണ്? അതിന് അഴീക്കോട് മാഷ് നൽകിയ ഉത്തരം, പർവ്വത ശിരസ്സുകൾ ആവശ്യപ്പെടുന്ന ധർമ്മമാണ്, കർമ്മമാണ് അധ്യാപനം. അതായത് ഉന്നത ശീർഷർ നിർവഹിക്കേണ്ട കർമ്മമാണ് അധ്യാപനം. അത് ഭൗതികമായ ഉന്നത ശീർഷത്വമല്ല, മറിച്ച് ആധ്യാത്മികമായ സുഹൃത സമ്പന്നമായ പാകശാലിത്വമാർന്ന ഉന്നതാത്മാക്കളുടെ
കർമ്മ വ്യാപാര മണ്ഡലമാണ് അധ്യാപനം. ഇത് സൂചിപ്പിച്ച ശേഷം അഴീക്കോട് മാഷ് പറയുന്നുണ്ട്, പ്രയോജനമുള്ള പവിത്രമായ വെളിച്ചം വിദ്യാർത്ഥികളിലേക്ക് സംക്രമിപ്പിക്കുകയും വിദ്യാർത്ഥികളിൽ നിന്ന് ആത്മചൈതന്യത്തെ സ്വാംശീകരിക്കുകയും ചെയ്യുന്ന ഒരു ദ്വിമുഖ പ്രവർത്തന പദ്ധതിയാണ് അധ്യാപനത്തിൽ സന്നിവേശിതമായത് എന്ന് അഴീക്കോട് മാഷ് സൂചിപ്പിക്കുന്നു. അതായത് ഏകമുഖമായ ഏകാധിപത്യപരമായ ഒരു വിനിമയമല്ല, മറിച്ച് ഗുരുനാഥനിൽ നിന്ന് ശിഷ്യനിലേക്കും ശിഷ്യനിൽ നിന്ന് തിരിച്ച് ഗുരുനാഥനിലേക്കും വിദ്യയുടെ സംക്രമണവും വിനിമയവും സാധ്യമാകണം എന്ന് തത്വമസി രചിച്ച അഴീക്കോട് മാഷ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് അഴീക്കോട് മാഷിന്റെ അഭിപ്രായമല്ലെന്നും അത് ഔപനിഷദികമായ പവിത്രമായ ഭാരതീയ മഹാപാരമ്പര്യത്തിന്റെ സൗമ്യോദാരമായ ഹിതകരമായ ആശ്രധർമ്മത്തിന്റെ ഗുരുശിഷ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. തീർച്ചയായും എൻ്റെ പ്രിയങ്കരനായ ശിഷ്യൻ ഒരു യുവ അധ്യാപകൻ എന്ന നിലയിൽ, ഗവേഷകൻ എന്ന നിലയിൽ സാമൂതിരി രാജവംശത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ഗുരുവായൂരപ്പൻ കോളേജിലെ നല്ല അധ്യാപകൻ എന്ന സ്ഥാനം ഇതിനകം തന്നെ നേടിയെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ സാക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പവിത്ര സന്ദർഭമായി ഞാൻ തിരിച്ചറിയും. നമുക്കറിയാം, നമ്മുടെ ദശാവതാര സങ്കല്പങ്ങളിൽ ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന, ഇന്നത്തെ ഹിന്ദു സമൂഹം ആവശ്യപ്പെടുന്ന രൂപവും ഭാവവുമുള്ള ഒരു ഈശ്വര സങ്കല്പമാണ് നരസിംഹമൂർത്തിയുടെ സങ്കല്പം. പ്രഹ്ലാദകുമാരന് മുന്നിൽ അനുഗ്രഹവർഷം ചൊരിയുന്ന ദേവനായി, അതോടൊപ്പം ഹിരണ്യകശിപിനെ പോലെയുള്ള ദുരാത്മാക്കളെ വേണ്ട വിധത്തിൽ ശിക്ഷിക്കാൻ കരുത്തുള്ള ഈശ്വര സങ്കല്പമായി, അതായത് ഉഗ്ര നരസിംഹഭാവം ആർജിക്കുവാനും വേണ്ട സമയത്ത് പ്രഹ്ലാദ സ്തുതി കേട്ട് സൗമ്യമൂർത്തിയാകുവാനും പ്രാപ്തിയുള്ള, കാലാനുകൂലമായ വ്യാഖ്യാനത്തിന്, കാലാതീതമായ വ്യാഖ്യാനത്തിന് ഒരുപോലെ ക്ഷമതയുള്ള ഒരു ഈശ്വര സങ്കല്പമാണ് നരസിംഹമൂർത്തിയുടെ സങ്കല്പം. ഭക്തിദീപിക എന്ന കൃതിയിൽ മഹാകവി ഉള്ളൂർ എഴുതുന്നുണ്ട്, അക്കത്തും കനൽക്കട്ടയ്ക്കൊപ്പമായി തുറിച്ച കണ്ണ്, ആ കൊലക്കഠാരിനെ കാച്ചുൾക്കാളും ഗളം, ആ ചലന്മതോഗ്രഭ്രു വാർത്തിങ്കൾ പൊളി ദംഷ്ട്ര, ആ സടാകട ഭീമമാസ്യഛിദ്രം. അങ്ങനെ ഉഗ്രശക്തിയോടെ നിലകൊള്ളുന്ന ഒരു ഈശ്വര സങ്കല്പം സകലവിധമായ തമസിനെയും സകലവിധമായ അധർമ്മ ബോധത്തെയും ഉച്ചാടനം ചെയ്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന തൂണിലും തുരുമ്പിലും എന്നല്ല, എല്ലാ ഭൗതികവും അഭൗതികവുമായ വസ്തുക്കളിൽ കുടികൊള്ളുന്ന ആ നരസിംഹമൂർത്തിയുടെ തിരുസന്നിധിയിൽ, ഈ നരസിംഹസ്വാമിയുടെ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സാംസ്കാരിക സദസ്സിൽ പങ്കെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ അവസരം നൽകിയിരിക്കുക. തീർച്ചയായും അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങൾ, ക്ഷേത്രമെന്ന വാക്കിന് തന്നെ അതിവിപുലമായ
ഈശ്വര സ്ഥാനം എന്ന അർത്ഥം കൽപ്പിക്കാം. അതോടൊപ്പം സകലവിധമായ ക്ഷതങ്ങളിൽ നിന്നും മുറിവുകളിൽ നിന്നും സമൂഹത്തെ ത്രാണനം ചെയ്യുന്ന ദേവസ്ഥാനമെന്നും ക്ഷേത്രത്തിന് അർത്ഥം കൽപ്പിക്കാൻ സാധിക്കും. മാധവ്ജിയുടെ അടക്കം ക്ഷേത്രയതിന്യ രഹസ്യമടക്കം ഉള്ള ഗ്രന്ഥങ്ങൾ, തന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ക്ഷേത്ര സങ്കല്പത്തിൻ്റെ പരിപാവനതയും അതിൻ്റെ ആധ്യാത്മികമായ ശാസ്ത്രാർത്ഥവും ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടുമ്പോഴാണ് ഇതര മതസ്ഥരുടെ ആരാധനാ കേന്ദ്രങ്ങളും ഹൈന്ദവമായ ആരാധനാ കേന്ദ്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ബോധ്യപ്പെടുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർമ്മിക്കാൻ കഴിയുന്ന ഒന്നല്ല ക്ഷേത്രം. വളരെ കൃത്യമായി ക്ഷേത്ര ഭൂമി നിർണയനമുണ്ട്. അതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, ലക്ഷണ ക്രമങ്ങളുണ്ട്. അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഭവ്യമായ സുദീർഘമായ ഒരു തപശ്ചര്യയുടെ സഫലം ഉണ്ടാവണം. വളരെ വിശദമായി സ്പർശിക്കേണ്ട മേഖലയാണത്. നമുക്കറിയാം, എവിടെയെങ്കിലും നിർമ്മിക്കുന്ന ആരാധനാലയങ്ങൾ ധാരാളമുണ്ട്. വഴിവക്കിലൊക്കെ അങ്ങനെ നിർമ്മിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഹൈന്ദവ ധർമ്മപ്രകാരം നമ്മുടെ ക്ഷേത്ര സങ്കല്പത്തിന് അത്തരത്തിലുള്ള ഒരു പരിമിതിയില്ല എന്ന് മാത്രമല്ല, മറ്റു പല മതസ്ഥരുടെയും ആരാധനാ കേന്ദ്രങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അത് മൃതദേഹമടക്കം സംസ്കരിക്കുന്ന ഭൂമിയും കൂടിയാണ്. പരിപൂർണമായും ദേവാലയം എന്ന് നിർവചിക്കാൻ സാധിക്കാത്തതാണ്. എന്നാൽ വളരെ കൃത്യമായി ശവസ്ഥാനം എന്നത് ഒഴിവാക്കി ശിവസ്ഥാനമാണ് ഈശ്വരീയമായ ഭാവം ഉൾക്കൊള്ളുന്ന ശിവസ്ഥാനമാണ് നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളും എന്ന് നമ്മൾ സങ്കല്പിക്കുക, ചിന്തിക്കുക. ശിവന്റെ സ്ഥാനം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തെ ആകെ ആശ്ലേഷിക്കുന്ന പ്രകൃതി പുരുഷ സംയോഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ പ്രാപഞ്ചിക ശക്തികളുടെ വിഗ്രഹരൂപത്തിലുള്ള ആവിഷ്കാരത്തിൻ്റെയും ഭാഗമായിട്ടും നമുക്ക് ക്ഷേത്രങ്ങളെ നോക്കിക്കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു മഹാക്ഷേത്രത്തിൽ ക്ഷേത്ര കലകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് അധ്യക്ഷൻ സൂചിപ്പിച്ചത് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ക്ഷേത്രകലകളെ ആകാവൂ എന്ന നിഷ്കർഷ അതിൻ്റെ പിന്നിലുണ്ട്. ഇടക്കാലത്ത് നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ എന്ന പേരിൽ ക്ഷേത്ര സങ്കല്പത്തെ നിന്ദിക്കുന്ന, ഹിന്ദുവിൻ്റെ ആരാധനാക്രമത്തെ നിന്ദിക്കുന്ന, അവൻ്റെ ദേവതാസങ്കല്പത്തെ അവഹേളിക്കുന്ന, ക്ഷേത്ര ചൈതന്യത്തിന് വരെ ലോപം തട്ടാവുന്ന വിധത്തിലുള്ള പേക്കൂത്തുകൾ അരങ്ങേറിയിരുന്നു. അതിനു പകരം ക്ലാസിക്കൽ ഗാംഭീര്യമുള്ള, അതേസമയം തന്നെ നാടൻ കലകളെ കൂടി ഉൾക്കൊള്ളുന്ന ചടങ്ങുകളും കലാരൂപങ്ങളും ആവിഷ്കരിക്കപ്പെടേണ്ട സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു നമ്മുടെ ക്ഷേത്രങ്ങൾ. ആരാധന അത് കലയോടുള്ള ആരാധന കൂടിയായി മാറിയ, കലയിൽ ഈശ്വര ചൈതന്യം തന്നെ ദർശിച്ച, ബ്രഹ്മാനന്ദ സവിധമായ ആനന്ദം കലാസ്വാദനത്തിലൂടെ സാധ്യമാകും എന്ന് തെളിയിച്ച രാഷ്ട്രമാണ് ഭാരതം എന്ന് നമുക്കറിയാം. ഭരതനാൽ സൃഷ്ടമായത് എന്നതിനപ്പുറം ഭാവരാഗ താള സമ്മിശ്രമായ, അതോടൊപ്പം തന്നെ ഭാസിൽ രതിയുള്ള, പ്രകാശത്തിൽ രതിയുള്ള, അസത്തിന് പകരം സത്തിനെ ഉപാസിച്ച, തമസിന് പകരം പ്രകാശത്തെ ഉപാസിച്ച, മൃതാവസ്ഥയെ പുൽകുന്നതിന് പകരം അമൃതാവസ്ഥയെ ആശ്ലേഷിക്കാൻ ആഗ്രഹിച്ച, സർവപ്രപഞ്ചത്തിനും ശാന്തി ഉപദേശിച്ച, ആശംസിച്ച മഹാപാരമ്പര്യം. ആ പാരമ്പര്യമാണ്
വാസ്തവത്തിൽ നമ്മുടെ സാംസ്കാരിക സദസ്സുകളിലൂടെ പുതിയ തലമുറകളിലേക്ക് എത്തിക്കേണ്ടത്. അവരുടെ മനസ്സിനെ മലീമസമാക്കുന്നതിന് പകരം അവരുടെ മനസ്സിനെ ശുദ്ധ സാത്വികതയിലേക്ക് ഉയർത്തുക, അത്തരം കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറേണ്ടത്. നമ്മുടെ കേവലമായി ശരീരത്തെ ഉദ്ദീപിപ്പിക്കുന്ന, ശരീരകാമനകളെ ഉദ്ദീപിപ്പിക്കുന്ന കലാപ്രകടനങ്ങൾക്ക് പകരം നമ്മുടെ അന്തരാത്മാവിന് പീയൂഷമായി മാറാവുന്ന കലാവിഷ്കാരങ്ങളാണ് ഇവിടെ നടക്കേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഭാഗവത സപ്താഹം നടക്കുമ്പോൾ വാസ്തവത്തിൽ പുരാനവം എന്നൊരു സങ്കല്പമുണ്ട് പുരാണത്തിന്. ഒരേ സമയം തന്നെ അത് പ്രാചീനവും അതേ സമയം തന്നെ അത് നവവുമാണ്, പുതിയതുമാണ്, പുതിയ കാലഘട്ടത്തിന് അനുസൃതമാണ്. അതോടൊപ്പം തന്നെ പാരമ്പര്യോപദേശമാണ്. കഥകളിലൂടെ നമുക്കറിയാം, ഭാഗവതം കേവലം ഒരു ഗ്രന്ഥം മാത്രമല്ല, അത് ഭഗവാൻ തന്നെയാണ്. ആ ഭാഗവതത്തിലെ വിവിധങ്ങളായ സ്കന്ധങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഞാനത് വിശദമായിട്ട് പറയാൻ ഇവിടെ സമയത്തിന്റെ അപര്യാപ്തത ഉള്ളത് കൊണ്ടാണ്, ഓരോ സ്കന്ധങ്ങളും ഭഗവാന്റെ ഓരോ ശരീരാവയവങ്ങളായി നിർണയിക്കുന്ന സങ്കൽപ്പനം, സങ്കല്പമല്ല സങ്കൽപ്പനം ഭാരതത്തിനുണ്ടായി. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നത് ഭഗവത് ലീലകളാണ്. നമ്മൾ ഇനിയുള്ള സപ്താഹ ദിനങ്ങളിൽ പവിത്രമായ സങ്കല്പത്തോടെ സ്വീകരിക്കേണ്ടത് ശ്രീകൃഷ്ണ പരമാത്മാവിനെയാണ് എന്നോർക്കുക. പരിപൂർണാവതാരമായ, വാസ്തവത്തിൽ ദ്വാപര യുഗത്തിനും തിരശീല നീട്ടാനാവാത്ത വിധം ഭഗവാൻ അന്തർധാനം ചെയ്തുവെന്ന് ഒരു കാരണവശാലും അംഗീകരിക്കാനാവാത്ത വിധം നമ്മുടെ സമസ്ത ജീവിത മണ്ഡലങ്ങളിലും ഇന്നും നിറഞ്ഞു നിൽക്കുന്ന, നമുക്ക് അഭയമായി, നമുക്ക് ഊർജമായി ജീവിത വഴിയിൽ ഇടരാതെ നിൽക്കുവാൻ പാർത്ഥസാരഥി സങ്കല്പത്തോടു കൂടിയ ഭഗവാനെയാണ് നമ്മൾ ഉപാസിക്കുന്നത് എന്നോർക്കുക. രംഗനാഥാനന്ദ സ്വാമിജി ഒരിക്കൽ പറയുന്നുണ്ട്, Take away Krishna from our midst, then there is no literature, no music, no painting, no sculpture, but absolute void. സ്വാമി രംഗനാഥാനന്ദൻ, വിശ്വം മുഴുവൻ സഞ്ചരിച്ച രംഗനാഥാനന്ദ സ്വാമിജി പറയുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണനെ മാറ്റി നിർത്തിയാൽ ഭാരതത്തിന് പിന്നെ സാഹിത്യമില്ല, പിന്നെ ഭാരതത്തിന് സംഗീതമില്ല, പിന്നെ ഭാരതത്തിന് ശില്പകലയില്ല. അവശേഷിക്കുന്നത് മഹാശൂന്യത മാത്രം എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാവല്ലോ, ഭഗവാൻ പൂർണ്ണതയുടെ പ്രതീകമാണ്. അത് നമ്മെപ്പോലുള്ളവരുടെ പരിമിതമായ വ്യാഖ്യാനങ്ങൾ ഒതുങ്ങുന്നതുമല്ല. ഇങ്ങനൊരു ഈശ്വര സങ്കല്പം ലോകത്തുണ്ടോ? ഇത്ര വശ്യമോഹനമായ ഒരു ഈശ്വര സങ്കല്പം ഉണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയും വാത്സല്യഭാവമാർന്ന, കിശോരഭാവമാർന്ന ഒരു ഈശ്വര സങ്കല്പം ലോകത്തുണ്ടോ? ആലോചിക്കൂ. ഇത്രയും ഉദാത്തമായ ഒരു ശൈശവ സങ്കല്പം ലോകത്തുണ്ടോ? രാമായണം, ബാലകാണ്ഡം വായിക്കുമ്പോൾ ശ്രീരാമന്റെ ബാലലീലകളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണനോളം ബാലലീലകൾ ആടിയ മറ്റൊരു ഈശ്വര സങ്കല്പമുണ്ടോ? ശിവന്റെ ബാല്യകാലം നമ്മുടെ സ്മൃതിപഥത്തിൽ പോലുമില്ല. പിന്നെ ലോകത്താകെ പറയാവുന്നത് ഉണ്ണിയേശു എന്ന സങ്കല്പമാണ്. ആ ഉണ്ണിയേശു എന്ന സങ്കല്പം കേവലം സങ്കല്പം മാത്രമായി ഒതുങ്ങുന്നു. ഡാവിഞ്ചിയുടെ ചിത്രങ്ങളിൽ യൂറോപ്പിലെ പള്ളിച്ചുമരികളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സങ്കല്പമായി അത് മാറി. ഇത്രത്തോളം ആരാധനാഭാവത്തോടെ നമ്മൾ വേറൊരു ഈശ്വരന്റെ ബാലലീലകൾ ഉള്ളിലേക്ക് ആവാഹിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവർ കൂടുതലായി ഭഗവാനെ പഠിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ നൂറ്റാണ്ടിൽ നടന്നതാണ്. ചരിത്രം രേഖപ്പെടുത്തിയ ഒരു സന്ദർഭമാണ്. നമുക്കറിയാം, ഭാരതത്തിന്റെ വേദാന്ത ദർശനത്തെ സൂര്യശോഭയോടെ യൂറോപ്പിന്റെ ആകാശത്തിൽ രേഖപ്പെടുത്തിയ സാക്ഷാൽ വിവേകാനന്ദ സ്വാമികൾ. അദ്ദേഹം ഭാരതമാകെ സഞ്ചരിച്ചു.
അങ്ങനെ ദക്ഷിണ ഭാരതത്തിലെത്തി. തമിഴ്നാട്ടിൽ സേലത്തിനടുത്ത് ഒരു കടൽ തീര ഗ്രാമപ്രദേശത്തേക്ക് സ്വാമി വിവേകാനന്ദനെത്തി. ആ ഗ്രാമപ്രദേശത്ത് ഒരു സാധാരണ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ ഭൗതികമായ വലിയ സൗകര്യമൊന്നുമില്ല. ഇന്നത്തെ നമ്മുടെ സ്കൂളുകളൊക്കെ ഹൈടെക് സ്കൂളുകളാണ്. അന്നത്തെ കാലമാണ്. വിദ്യയുടെ വെളിച്ചം തമിഴ്നാടിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേരുന്നതേ ഉള്ളൂ. അങ്ങനെ ആ സ്കൂളിൽ, ഒരു LP സ്കൂളിൽ 3-4 ബെഞ്ചും 3-4 ഡെസ്കും മാത്രമുള്ള, വൈദ്യുതി പോലും എത്തിച്ചേരാത്ത, 1-2 അധ്യാപകർ മാത്രമുള്ള, അതും കടൽത്തീരത്തിനടുത്ത് വളരെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് സ്വാമിജി എത്തി. ആ തൃപ്പാദങ്ങൾ അവിടെ പതിഞ്ഞപ്പോൾ ആ വിദ്യാലയത്തിന്റെ മനസ്സ് സ്വാമിജിയുടെ മുന്നിൽ നമസ്കരിച്ചു കാണും. കാരണം വലിയ ചരിത്ര നിയോഗവുമായിട്ടാണ് വിവേകാനന്ദ സ്വാമികൾ അവിടെ എത്തിയത്. സ്വാമിജി ആ ക്ലാസ്സിലെത്തി കുട്ടികളോട് സംവദിക്കാൻ ആഗ്രഹിച്ചു. കുട്ടികളോട് വേദാന്തത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, ബ്രഹ്മസൂത്രത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. കൊച്ചു കുട്ടികളാണ്. ദാ ഈ മുമ്പിരിക്കുന്ന കൊച്ചുകുട്ടി, ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് മുമ്പിരിക്കുന്നത്. അപ്പൊ സ്വാമിജിക്ക് തോന്നി അവരോട് സംവദിക്കാൻ പറ്റുന്ന ഈശ്വര സങ്കല്പം ഉണ്ണിക്കണ്ണന്റെ സങ്കല്പമാണ്. അതുകൊണ്ട് സ്വാമിജി അവരോട് ഒരു ചോദ്യം ചോദിച്ചു. ഉത്തരം കിട്ടുമെന്ന് സ്വാമിജിക്ക് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. സ്വാമിജി ചോദിച്ച ചോദ്യം ഇതാണ്: വൈ ഈസ് കൃഷ്ണ പെയിന്റഡ് ഇൻ ബ്ലൂ? അതായിരുന്നു ചോദ്യം. വളരെ ലളിതമായ ചോദ്യമാണ് ഒരർത്ഥത്തിൽ. എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ നമ്മൾ നീലക്കാർ വർണ്ണനായി ചിത്രീകരിച്ചത്? നമ്മുടെ ഋഷിഭാവന ഭഗവാനെ ശ്യാമവർണ്ണ സ്വരൂപനായി എന്തുകൊണ്ട് ചിത്രീകരിച്ചു? ഇതായിരുന്നു ചോദ്യം. ഒരു കുട്ടിയും ഉത്തരം പറഞ്ഞില്ല. നമുക്ക് ഉത്തരം പറയാൻ പ്രാപ്തിയില്ല. അപ്പോഴല്ലേ ആ കൊച്ചു കുട്ടികൾ, അതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. പക്ഷേ ഭാരതം അങ്ങനെ ഒരു ചോദ്യത്തിന് മുന്നിലും തലകുനിക്കുന്ന രാഷ്ട്രമല്ല. വള്ളത്തോള് പറഞ്ഞിട്ടില്ലേ, ധ്വസ്ത ഭുവനമാം ദൗഷ്ട്യമേ, നിൻ തല എത്ര പരത്തി ഉയർത്തിയാലും ഈ കർമ്മഭൂമി തൻ പിഞ്ചുകാൽ പോരുമേ ചിക്കുന്നതൊക്കെ ചവിട്ടിത്താഴ്ത്താൻ. കാളിയ മഹാസർപ്പത്തിന്റെ ഭണങ്ങളിൽ നർത്തനമാടിയ ഭഗവാൻ, ആ ഭഗവാന്റെ രാഷ്ട്രം ആ ക്ലാസ്സിലെ ഒരു പിഞ്ചു കുഞ്ഞിൽ ജ്വലിച്ചു. ആ കുഞ്ഞിൽ നിന്ന് ഉത്തരമുയർന്നു. അത് ചരിത്രം രേഖപ്പെടുത്തി. ആ ക്ലാസ്സിലെ ശാരീരികമായി ഏറ്റവും അവശതയുള്ള, കറുത്ത് മെലിഞ്ഞ ഒരു കുഞ്ഞ്, 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ കണ്ണുകളിൽ അസാമാന്യമായ തേജസ് ദർശിക്കാൻ സാധിക്കുമായിരുന്നു. സ്വാമിജിക്ക് സന്തോഷമായി. ഒരുപക്ഷെ തെറ്റാവും പറയുക, ഒരുപക്ഷെ ശരിയാവും, എങ്കിലും ആ ചോദ്യത്തോട് പ്രതികരിക്കാൻ ആ കുഞ്ഞ് തയ്യാറായല്ലോ. സ്വാമിജിക്ക് സന്തോഷമായി. സ്വാമിജി ആ കുട്ടിയോട് ചോദിച്ചു, മോനെ ഉത്തരം പറയൂ. അപ്പൊ ആ കുട്ടി നൽകിയ ഉത്തരം, ആ കുട്ടി പറഞ്ഞു, വൈ ഈസ് കൃഷ്ണ പെയിന്റഡ് ഇൻ ബ്ലൂ എന്നതിന് ഉത്തരമായി ആ കുഞ്ഞ് പറഞ്ഞു, ഇറ്റ് ഈസ് ദ കളർ ഓഫ് ദ സ്കൈ, ഇറ്റ് ഈസ് ദ കളർ ഓഫ് ദ ഓഷ്യൻ, ഇറ്റ് ഈസ് ദ കളർ ഓഫ് ദി ഇൻഫിനിറ്റി, സോ കൃഷ്ണ പെയിന്റഡ് ഇൻ ബ്ലൂ. നീല നിറം അപാരമായ ആകാശത്തിന്റെ നിറമാണ്. നീലാകാശം എന്നാണ് നമ്മൾ പറയുന്നത്. നീല നിറം മഹാസമുദ്രത്തിന്റെ നിറമാണ്. നമ്മള് നീലയാഴി, നീലസമുദ്രം എന്നൊക്കെ പറയും. നീല നിറം അപാരതയുടെയും അനന്തതയുടെയും നിറമാണ്. അതുകൊണ്ട് സമ്പൂർണതയുടെ നിറമായ നീല നിറം ഭഗവാന് ഭാരതീയ ഋഷിഭാവന നൽകി. ആ കുഞ്ഞിനെ സ്വാമിജി അനുഗ്രഹിച്ചു. സ്വാമിജി നെറുകയിൽ കൈവച്ച് ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. ചരിത്രം കടന്നുപോയി. നമുക്കറിയാം, കാവേരിയിലൂടെ ധാരാളം ജലം സഞ്ചരിച്ചു കഴിഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ഓരോ നദികളിലൂടെയും നിത്യസ്രവന്തിയായ കാലം കടന്നുപോയി. കാലവൃക്ഷത്തിന്റെ അനേകം ഇലകൾ കൊഴിഞ്ഞു വീണു. ഭാരതം അഭിമാനത്തോടെ പറഞ്ഞു, ആ പിഞ്ചു ബാലനാണ് പിന്നീട് വളർന്നു വലുതായി ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ
ഗവർണർ ജനറലായ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായ, ഭാരതരത്നം എന്ന രാഷ്ട്രത്തിന്റെ മഹത്തായ പുരസ്കാരത്തിന് അർഹനായ, മദ്രാശിയുടെ മുഖ്യമന്ത്രിയായ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും രാജാജി എന്ന ആദരവോടെ വിളിച്ച, പിന്നീട് കണ്ണന്റെ വഴി എന്ന വിശ്രുത ഗ്രന്ഥം എഴുതിയ ഭാരതരത്നം സർ സി രാജഗോപാലാചാരി എന്ന് നമ്മൾ ഓർക്കുക. ആ കുഞ്ഞിന്റെ മനസ്സ് നമുക്കുണ്ടാവും. ഈ പ്രായത്തിലെ ഭഗവാനെ പഠിക്കാനും ഭഗവാനെ ഉൾക്കൊള്ളാനും അതിൻ്റെ ഉപാധിയായ ഭാഗവത കഥ നന്നായി ശ്രവിക്കുവാനും, ഇതൊക്കെ ഹോമിയോ ഗുളിക പോലെ കഥയ്ക്കുള്ളിൽ മരുന്ന് വെച്ചിട്ടുണ്ട്. പലരും കഥ മാത്രം ഗ്രഹിക്കും. ഹോമിയോ ഗുളിക പോലെ അതിൻ്റെ ഉള്ളിലെ മധുരവും അതിൻ്റെ ഉള്ളിലെ ഔഷധ ഗുണവും കൂടി സ്വീകരിച്ച് ഈ സപ്താഹ വേദിയെ നിങ്ങളെല്ലാവരും ധന്യരാക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. നരസിംഹമൂർത്തി അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് നൽകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ സാംസ്കാരിക സദസ്സ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വളരെ വിജ്ഞാനപ്രദവും ചിന്തോദ്ദീപകവുമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ പിടിച്ചിരുത്തിയ നമ്മുടെ ഉദ്ഘാടകൻ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി വിശിഷ്ട അതിഥികൾക്കുള്ള സ്നേഹോപഹാരം സമർപ്പിക്കലാണ്. ഇന്നത്തെ ഉദ്ഘാടകനായിട്ടുള്ള ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ സാറിന് സ്നേഹോപഹാരം സമർപ്പിക്കുന്നത് മാനേജിംഗ് ട്രസ്റ്റി ശ്രീ ശ്രീധരൻ നമ്പൂതിരി അവർകളാണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുന്നു. അതുപോലെ ഇന്ന് ഈ ചടങ്ങിലെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിക്കുള്ള സ്നേഹോപഹാരം സമർപ്പിക്കുന്നത് ശ്രീ വി എൻ എടക്കാട്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി ഉത്സവാഘോഷ കമ്മിറ്റി കൺവീനറായിട്ടുള്ള ശ്രീ ജനാർദ്ദനൻ നായരെ ക്ഷണിക്കുന്നു. ഇവിടെ കണ്ണൂർ എടക്കാട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രീമദ് ഭഗവത് സപ്താഹയജ്ഞം ഈ ഡിസംബർ 8 മുതൽ 15 തീയതി വരെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതോടനുബന്ധിച്ച് നടക്കുന്ന കലാസാംസ്കാരിക പരിപാടിക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. 2 വാക്ക് സംസാരിക്കാനായി ശ്രീ വിജയൻ നായരെ ക്ഷണിക്കുന്നു. നമ്മുടെ പ്രഹ്ലാദ ഓഡിറ്റോറിയത്തിൽ നമ്മളോടൊപ്പം സഹകരിക്കുന്ന വിശിഷ്ടാതിഥികൾക്ക് ആശംസ അർപ്പിക്കുകയാണ് എൻ്റെ ദൗത്യം. അതോടൊപ്പം തന്നെ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്കും നമ്മുടെ സപ്താഹയജ്ഞത്തിൽ സപ്താഹം നടത്തിക്കെട്ടിരിക്കുന്ന ആചാര്യന്മാർക്കും ഈ വേദിയിൽ ഞാൻ ആശംസ അർപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇവിടെ കലാപരിപാടികൾ ആവിഷ്കരിക്കാൻ വരുന്ന എല്ലാ കലാകാരന്മാർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി മാതൃസമിതിയുടെ പ്രസിഡന്റ് ശ്രീമതി ശാലിനി 2 വാക്ക് സംസാരിക്കുന്നതാണ്. ഓം നമോ നാരായണായ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നരസിംഹമൂർത്തിയുടെ അനുഗ്രഹത്താൽ ഈ വർഷവും ഭാഗവത സപ്താഹ യജ്ഞത്തിന് നമുക്ക് ഏവർക്കും പങ്കെടുക്കുവാൻ അവസരം വന്നിരിക്കുന്നു. ഭാഗവത ശ്രവണത്തോടുകൂടി ഈ നാട്ടിനും പങ്കെടുക്കുന്ന ഓരോരുത്തരിലും നല്ല നല്ല മാറ്റങ്ങൾ വരുവാനും ഈ സൽക്കർമ്മം ഇനിയും ഈ പുണ്യസങ്കേതത്തിൽ നടക്കുവാനും പ്രാർത്ഥിക്കുന്നു.
ഈ സപ്താഹ യജ്ഞത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മാതൃസമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നിങ്ങൾ എല്ലാവരുടെ പേരിലും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മാതൃസമിതിയുടെ സെക്രട്ടറി ശ്രീമതി ഷീബ അവർ സംസാരിക്കുന്നത്. ഓം നമോ നാരായണ. വേദിയിലിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളും സദസ്സിലിരിക്കുന്ന എൻ്റെ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. പിന്നെ എന്താ പറയുക, ഭാഗവത സപ്താഹ യജ്ഞം എല്ലാവരും വന്ന് കേൾക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നുവെച്ചാൽ പ്രത്യക്ഷ കൃഷ്ണ ഹേവഹി എന്നാണ് ഭാഗവത്തെ പറയുക. നമ്മൾ കൃഷ്ണനെ നേരിട്ട് കാണുമ്പോഴാണ് ഭാഗവതം കേൾക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വന്ന് ഇത് കേട്ട് വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെന്താ പറയുക, നമ്മുടെ കൽമഷങ്ങളെ, അതായത് കലിയുഗത്തിലെ ദോഷങ്ങളെ തീർക്കാൻ ഈ ഭാഗവതം കൊണ്ട് കഴിയും. അതുകൊണ്ട് എല്ലാവരും ഇത് വന്ന് കേൾക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നത് പോലെ, എന്താ വെച്ചാൽ സൂര്യൻ ഇരുട്ടിന് ഉദിക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് വെളിച്ചം തരുന്നു. അതുപോലെ നമ്മുടെ അജ്ഞാനത്തെ നീക്കി നമുക്ക് ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു. അതുപോലെയാണ് ഭാഗവതം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും വന്ന് ഇത് വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. സമ്മേളനത്തിന് ശേഷം ഈ വേദിയിലെ ആവണി പ്രജിത്തിൻ്റെ സംഗീതാർച്ചന, അതിനുശേഷം മനോൻ മാരാർ ആൻഡ് സംഘം അവതരിപ്പിക്കുന്ന തായമ്പക, അതിനുശേഷം ഡാൻസ് പ്രോഗ്രാം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള ശ്രീ ശ്രീധരേട്ടനെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഓം നമോ നാരായണായ. നരസിംഹമൂർത്തി എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ഈ പ്രഹ്ലാദം ഓഡിറ്റോറിയത്തിൻ്റെ 2 വയസ്സിലേക്ക് കഴിയുകയാണ്. കഴിഞ്ഞ കൊല്ലം ആണ് ഇവിടെ ഉദ്ഘാടനം നടന്നത്. ഈ ഒരു ദേശീയ ക്ഷേത്രമായ ഈ നരസിംഹമൂർത്തി പുറനാടുകാട്ടിലെത്ത് നരസിംഹമൂർത്തി ക്ഷേത്രം ഈ പ്രദേശത്തിന് വീണ്ടും വിധം വെളിച്ചം തരുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ കലാപരിപാടികൾക്കും ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് അർച്ചനയായി സ്വീകരിക്കണമെന്നും ഭഗവാനോട് അർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞു. ഈ ചടങ്ങിൽ നന്ദി അർപ്പിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എടക്കാട് ശ്രീത്തിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നിത് അധിഷ്ഠിതമായിട്ടുള്ള കാര്യം നന്ദി പറയുക എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഒരാളാരാ കിട്ടുക എന്നുള്ളൊരു ചർച്ച വന്ന സമയത്ത് പറ്റുന്ന ഒരാളെ ഏർപ്പാടാക്കിക്കോളൂ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഒരു സംശയത്തോടു കൂടിയിട്ടായിരുന്നു ഞാൻ ഏറ്റുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ മാഷ് ആണ് എൻ്റെ മനസ്സിലുള്ള ആൾ. പക്ഷെ മാഷ് ഇന്നിപ്പോൾ ഇവിടെയാണെങ്കിൽ നാളെ ഗോവയിലുള്ള സ്റ്റാറ്റസാണ് കാണാറ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചെന്നൈയിലുള്ള സ്റ്റാറ്റസ് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ ഇതിൽ കിട്ടുമോ എന്നുള്ളൊരു സംശയമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ സാറെ കണ്ട് സംസാരിച്ചവൻ പറഞ്ഞു, ഓ ഞാൻ വരാം എന്ന് ധൈര്യമായിട്ട് ഏറ്റു. അപ്പോൾ അത് തന്നെ ഒരു ധൈര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ വന്നിട്ട് നമുക്ക് ഇവിടെ വന്നൊരു ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഉണ്ണികൃഷ്ണൻ മാഷ് എൻ്റെ പേരിലും ഭക്തജനങ്ങളുടെ പേരിലും ഭഗവാന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമുക്കിവിടെ അധ്യക്ഷനായെത്തിയിട്ടുള്ളത് മുല്ലപ്പള്ളി കൃഷ്ണേട്ടനാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ആളാണ്. ഇവിടെ അനവധി കാര്യങ്ങളിൽ നമുക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന ആളാണ്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഇതേപോലെ തന്നെ ഭഗവാന്റെ പേരിലും ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ആശംസകൾ അറിയിച്ചിട്ടുള്ള വിജയൻ നായർ, ജനാർദ്ദനൻ നായർ, ശാലിനി ചേച്ചി, ശിവ ചേച്ചി, ഇതേപോലെ എല്ലാവരെയും ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പേരിലും എടക്കാട് അമ്പലത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും
ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അധ്യക്ഷൻ്റെ അനുഭവത്തോടു കൂടി ഇന്നത്തെ ഈ ഉദ്ഘാടന സദസ്സ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.